ദ ഗെയിം ചേഞ്ചർ ശങ്കറിന്റെ സംവിധാനത്തിൽ റാം ചരൺ, എസ് ജെ സൂര്യ, ജയറാം എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒരു തെലുങ്ക് മൂവിയാണ് ദ ഗെയിം ചേഞ്ചർ. ഈ ഒരു മൂവി കണ്ടപ്പോഴാണ് മനസ്സിലായത് ശങ്കറിന് ഇതിന് മാത്രം ഒരു മൂവി സബ്ജക്റ്റിന് ദാരിദ്ര്യം ഉണ്ടോ എന്നത്. ശങ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം യന്തിരൻ, അല്ലെങ്കിൽ മുതൽവൻ, അല്ലെങ്കിൽ അന്യൻ, എത്ര നല്ല സൂപ്പർ ഹിറ്റ്, അതും നല്ല അഡാർ ഐറ്റംസ് മൂവി ചെയ്ത ശങ്കർ ഇപ്പോൾ അടുപ്പിച്ച് 2 മൂവി, ഇന്ത്യൻ 2, അതേമാതിരി ദ ഗെയിം ചേഞ്ചർ, അത്രയ്ക്കും ബോറൻ രീതിയിൽ എങ്ങനെ ഇത് ചെയ്തു വെച്ചു എന്നത് യാതൊരു അറിവുമില്ലാത്ത കാര്യമാണ്. എന്തൊക്കെയാണ് കഥയിൽ പറയുന്നതേ ഒരു ഐഡിയ അല്ല. IPS, IAS, പിന്നെ ചീഫ് മിനിസ്റ്റർ, അങ്ങനെ പോവാണ് ഓരോരോ സബ്ജക്റ്റായി. എന്താ പറയുക, ഒരു ഐഡിയ, ഒരു മൂവിക്ക് ഒരു ബേസ് ഇല്ലാത്ത മോഡലിൽ അങ്ങനെ പോവാണ് മൂവി കഥ പറഞ്ഞു. യാതൊരു ത്രില്ലിങ് അല്ലെങ്കിൽ ഒരു വോ ഫാക്ടറിൽ എൻഗേജിങ്ങോ ആയി തിയേറ്ററിൽ നിന്ന് നമുക്ക് മൂവി പൂർണ്ണമാക്കാതെ ഇറങ്ങി പോരാൻ തോന്നുന്ന ഒരവസ്ഥയാണ് മൂവിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ജയറാമൊക്കെ എന്തിനാ ഈ മൂവിയിൽ അഭിനയിച്ചതെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ജയറാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാറായ ജയറാം അവിടെ പോയിട്ട് അത്രയും മോശത്തിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന് പറയാനുള്ളത്? രാം ചരണിൻ്റെ അഭിനയം പറയുകയാണെങ്കിൽ, ബാക്കിയുള്ള എല്ലാവരും അഭിനയം പറയുകയാണെങ്കിലും വളരെ മോശം. വളരെ അഭിനയത്തിൻ്റെ കാര്യത്തിലും ഒരു തരത്തിലും വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായി തന്നെ. പടം മൊത്തത്തിലൊരു എന്താ പറയുക, ഡിസാസ്റ്റർ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പോലും. പിന്നെ ഈ മൂവിയിലെ ഒരേ ഒരു കാര്യം, എസ് ജെ സൂര്യ അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു കുഴപ്പമില്ലാതെ അഭിനയിച്ചു എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും, സിനിമേൻ്റെ BGM ആണെങ്കിൽ ശരി, കഥ, സ്റ്റോറി, ഡയറക്ഷൻ, എല്ലാ A to Z കാര്യങ്ങൾ വളരെ മോശമാണ്. അത്രയ്ക്കും മോശമാണ്. തലവേദന എടുക്കും. ഒരു 2 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പാകത്തിലുള്ളൊരു അത്രയ്ക്ക് മോശമായിട്ടാണ് മൂവി കൊണ്ടുപോകുന്നത്. ശങ്കർ ഒന്നുകൂടെ നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആവാൻ സമയമായി എന്നതാണ് ഗെയിം ചേഞ്ചർ എന്ന മൂവിയിലൂടെ പറഞ്ഞു വെക്കുന്നത്.